അപ്പൊ തങ്ങളല്ലാത്തത് കൊണ്ട് ആയിഷ മലൈഭാര്യ എന്നാ പറയുന്നത്. അപ്പൊ തങ്ങളുടെ 4 ഭാര്യമാരിൽ ഒരു ഭാര്യയാണ് ഈ മുഹിയുദ്ദീൻ എന്നവരുടെ സഹോദരി, അതായത് പൊന്മുണ്ടൻ സ്വദേശിയായ ആയിഷ മലൈഭാര്യ. ഇതിൽ തങ്ങൾക്ക് 2 കുഞ്ഞുണ്ടായിട്ടുണ്ട്, 2 പെൺകിടാങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഫാത്തിമ, 2 സ്വാലിഹ, ഇങ്ങനെ 2 കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോ മുമ്പറന്നങ്ങൾക്ക് ഈ നാടുമായിട്ട് ഭാര്യയുടെ നാട് എന്നൊരു ബന്ധവും കൂടി ഇവിടെയുണ്ട്. പൊന്മുണ്ടം പഞ്ചായത്തിൽ ഇസ്ലാമികമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. നേരത്തെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച ആദർശത്തിന്റെ നാട് എന്നൊക്കെയാണ് അസുഖാഹ്വാനം. അപ്പൊ ഏതായാലും അങ്ങനെ വജൂബ് തസ്മിയത്ത് എന്താണെന്ന് അള്ളാഹുവാനം ചിലപ്പോൾ അങ്ങനെ വെച്ചോളി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം യക്കീനില്ല, അത് ഇവിടെ പറയില്ല. അപ്പൊ ആദർശേരി, ഈ ആദർശേരിക്കാര് പണ്ട് ജുമാക്ക് പോയിരുന്നത് കാനാഞ്ചേരിക്കും അതുപോലെ താന്നൂർക്കൊക്കെ. മുമ്പുറങ്ങളുടെ ആദ്യ കാലഘട്ടത്തിലാണ് ഈ പള്ളി നിർമ്മിക്കപ്പെടുന്നത്. ഈ പള്ളി വന്നാലേ ഇവിടേക്കും ജുമാക്ക് വന്നിരുന്നു. അതിന് മറ്റേ ഏരിയയിലുള്ള ആളുകളൊക്കെ പെരുമണ്ണേക്കൊക്കെ ജുമാക്ക് പോയിരുന്നു. അങ്ങനെ ഇതിന്റെ ലോകവും യാത്രാ പ്രശ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇവര് പള്ളി നിർമ്മാണത്തെ കുറിച്ച് ആലോചിക്കുന്ന വേളയിലാണ് ബഹുമാനപ്പെട്ട മമ്പറന്നങ്ങള് മൂത്താട്ട് ചോല എന്ന കുന്നുമ്മല് ആയിക്കൂടെ വഴി പോകുന്ന സമയത്ത് അവിടെ വന്ന് വിശ്രമിക്കാൻ കുത്തർക്കണം. തങ്ങളുടെ വില പറഞ്ഞ് നാട്ടുകാരണന്മാരൊക്കെ തങ്ങളുടെ സമീപത്തെത്തി ഇങ്ങനെ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാന് സയ്യിദ് അലവി തങ്ങളോട് ഇവിടെ പള്ളി നിർമ്മിക്കുന്നതിന് ആവശ്യകത പറഞ്ഞപ്പോൾ തങ്ങൾക്ക് ബോധ്യപ്പെട്ടു. തങ്ങൾ കുതിര സവാരി, കുതിരമലാണ് വന്നിരുന്നത്. കുതിര പോകാൻ പറ്റുന്ന വഴിയല്ലാത്തത് കൊണ്ടും തങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ, അതൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഈ പള്ളി ഞാൻ പറഞ്ഞല്ലോ 94-ാമത്തെ വയസ്സിൽ 78 കൊല്ലം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അപ്പോ തങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊടുത്ത സ്ഥലത്താണ് കുറ്റിയടിച്ചത്. അങ്ങനെയാണ് ആദർശേരി ജുമാഅത്ത് പള്ളി ഉണ്ടാകുന്നത്. മൗലാന ഉസ്താദുല്ല സാദീദ് സാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നബറല്ലാഹു മക്ക, അവിടുത്തെ താരീഖ് കൂടി പറഞ്ഞിട്ട് നിർത്തുള്ളൂ. അപ്പൊ അവിടുത്തെ കുടുംബമാകുന്ന മൂത്താട്ട് കാള മൂത്താട്ട് എന്ത് പറഞ്ഞാലും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഒന്നെ. അപ്പോ ആ കുടുംബത്തിലെ മൊയ്തീൻകുട്ടി ഹാജി, ചാലകത്തിന്റെ വാപ്പാന്റെ പേര് മൊയ്തീൻകുട്ടി ഹാജിയാണ്. ആ ആചാര്യനാണോ ഈ ആചാര്യനോ അല്ലെങ്കിൽ മൂപ്പര വല്യാപ്പയാണെന്നൊക്കെ സാധ്യത കണ്ടിട്ട്. കാരണം കൊല്ലത്തുങ്ങൾക്ക് നോക്കുമ്പോ മൂപ്പര് പാപ്പയാണെങ്കിൽ എന്താകണം, അയാൾ അവസാന കാലത്തുണ്ടായ കുട്ടിയാക്കണം ചാലകത്ത് എന്ന് വെക്കേണ്ടി വരും. ഏതായാലും മൂത്താട്ട് കാള മൊയ്തീൻകുട്ടി ഹാജിയുടെ ശ്രമഫലമായിട്ട് ആ കുടുംബത്തിൽ തന്നെ മക്കളില്ലാതിരുന്ന ആലിപ്പാപ്പ എന്നവരുടെ വഖഫ് ചെയ്ത് അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് ആദ്യം ഓല മേഞ്ഞിട്ട് ആദർശേരി ജുമാഅത്ത് പള്ളി തുടക്കം കുറിക്കുന്നത്. മമ്പറന്നങ്ങൾ ഈ പള്ളി നിർമ്മിക്കാൻ വരുമ്പോ ഒരു ആശേരി ഉണ്ടായി. അപ്പൊ സ്ഥാനം നോക്കുമ്പോ ആശേരി ഇങ്ങനെ കുറെ മമ്പറന്നങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ട് അറിഞ്ഞാണ് നോക്കിക്കൂടുക. അങ്ങനെ നോക്കിയിട്ട് എത്രയും ലെവലാണില്ല, മുമ്പര് പറയണില്ല. എന്തോട് ചോദിച്ചാൽ അപ്പൊ പറഞ്ഞാലോ വല്ലമ്പ്ര നിൽക്കണ അവിടെ തന്നെയാണ് അതിന്റെ സ്ഥാനം. അങ്ങനെ തങ്ങളുള്ളിടത്താണ് ആ സ്ഥാനം ഇതാക്കി ഈ പള്ളി നിർമ്മിക്കണം. അവിടെ തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടാണ്, നേരിട്ട് കുത്തിയിട്ടില്ല. പ്രായാധിക്യവും അങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അത് മമ്പറന്നങ്ങളുടെ അവസാന കാലഘട്ടത്തിലാണ്. അവിടെയും പുരാതനമായ ദർസുകൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ പൊന്മുണ്ടം പഞ്ചായത്തിന്റെ ദീനീ ശോഭക്കുള്ള ഉദാഹരണമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദർശത്തിന്റെ നാട് എന്നുള്ള വജ്ഹു തസ്മിയത്ത് യാഥാർത്ഥ്യമാക്കും വിധം ബഹുഭൂരിപക്ഷം 99% സുന്നികളാണെന്നാണ് മനസ്സിലാകുന്നത്. ആ നാട്ടിൽ അന്നു മുതലേ ഓടക്കൽ ഖാദി കുടുംബമാണ് ഖലാഅ് ആയിട്ട് വരുന്നത്. ഇന്നും അത് തുടർന്നു വരുന്നു. ഓക്കെ ഉസ്താദിന്റെ ബന്ധുവും ശിഷ്യനും കൂടിയായ ഓക്കെ കുഞ്ഞഹമ്മദ് എന്ന കുഞ്ഞാപ്പ് മുസ്ലിയാരാണ് ഇപ്പോഴത്തെ ഖാദി. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മൂത്താപ്പയുടെ മകൻ മൂസാൻകുട്ടി ഉസ്താദ് അല്ലേ, മൂസാൻകുട്ടിയുടെ ഇനി അവിടുത്തെ ഖാദിയായിട്ടുണ്ടായിരുന്നത്. ഇനി പൊന്മുണ്ടം ദേശത്തെ ധന്യമാക്കിയ ഏതാനും ഒരുപാട് ഉലമാകൾ ജീവിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു 2 ആളെ പറക്കത്തിന് അത് അറിയൽ നിർബന്ധമെന്നോണം ആയതുകൊണ്ട് അത് പങ്കുവെച്ച് ഈ വീതിൽ ഇവിടെ കുറിക്കാം. ഒന്ന് യാഫി സൈദാലി മുസ്ലിയാർ.
ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ് യമനി സ്വദേശിയായ ഇമാം അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു. മഹാനവറുകള് ദർസ് നടത്തുമ്പോൾ അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ് നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മാലിക് ബിനു ദിനാർ റളിയല്ലാഹു അൻഹും സംഘവും. 11ഓളം പള്ളികൾ നിർമ്മിച്ചു. അതിൽപ്പെട്ട ഒരു പള്ളിയാണ് ചാലിയം പുഴവക്കത്ത പള്ളി. ചാലിയത്ത് വലിയ മഹത്തുക്കളായ 2 ആളുകളുടെ ഉൽക്കര പള്ളി, പുഴക്കത്ത പള്ളി. പണ്ടത്തെ ജുമാഅത്ത് അതാണ്. ഈ 2ാം ഘട്ടത്തിൽ വന്ന പള്ളികളിൽ പെട്ടൊരു പള്ളിയാണ്. എല്ലാ പള്ളിയും ഇവിടെ പറയാൻ പറ്റൂലല്ലോ, ചാലിയം ജുമാഅത്ത്. കാരണം ഉള്ള ഉദാഹരണങ്ങൾ ഒന്നായിട്ട് പറയുന്നത് എപ്പോഴാ തീരുക? ചാലിയം പള്ളി 2ാം ഘട്ടത്തിൽ വന്ന. 1ാം ഘട്ടത്തിലുള്ള പള്ളിയാണ് പുഴക്കത്ത പള്ളി എന്ന മാലിക് ദീനാർ തങ്ങളും സംഘവും സ്ഥാപിച്ച പള്ളി. പഴയ കോഴിക്കോട് എന്ന് പറയുന്നത് ഇന്നത്തെ ചാലിയത്തിനാ പറയാം. അന്നത്തെ ഖാദി കുടുംബം അവിടെയാണ് ഖളാ നടന്നിരുന്നത്. പിൽക്കാലത്ത് കോഴിക്കോട് ജുമാഅത്ത് പള്ളി എന്ന് അലൽ ഇത്ലാഖ് നിരുപാധികം പറയുകയാണെങ്കിൽ അത് കുറ്റിച്ചിറ ജുമാഅത്ത് പള്ളിയാണ്. ഈ കുറ്റിച്ചിറ ജുമാഅത്ത് പള്ളിയിലേക്ക് പിന്നെ ഖാദി ആസ്ഥാനം മാറുകയാണ് ഉണ്ടായത്. അതാണ് ഇങ്ങനെ വന്ന് 1880 ആ ഖാദി കുടുംബം ആ മാലിക് ദീനാറിന്റെ പരമ്പരയിൽ ഇങ്ങനെ വന്ന് പിന്നെ ഓൾദിന് 2 ശരിയായി, വലിയ ഖാദി ചെറിയ ഖാദിയായി. പിന്നെ ഇങ്ങനെ വന്ന് 2 ഖാദി, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഖാദി, ഇങ്ങനെ പല ഖാദിയായി പോയത്. ഏതായാലും ഇന്നും പേര് വലിയ ഖാദിയും ചെറിയ ഖാദി ഉണ്ട്. വലിയ ഖാദി കുറ്റിച്ചിറ പള്ളിയിലെ ഖത്തീബാണ് ഔദ്യോഗികമായിട്ട് നാസർ ഹയ്യി തങ്ങള്. മറ്റേത് നമ്മളെ പഴയ ഖാദി കുടുംബത്തിൽ മാലിക് ബിൻ ദീനാർ തങ്ങളുടെ ആ കുടുംബ പരമ്പര, മാലിക് ബിൻ ഹബീബിൻ അൻസാരിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഖാദി നാരകത്ത് മുഹമ്മദ് കോയ എന്ന പറയല്. അദ്ദേഹം ഒരു ബാക്കവിയായ വലിയൊരു ആലിമാണ്. അദ്ദേഹമായിരുന്നു പിന്നെ അദ്ദേഹത്തിന് അനുജനായി, ഇപ്പൊ അനുജന്റെ മോനാണ്. അത് മിസ്കാൽ പള്ളി ചെറിയ ഖാദിന്റെ ആസ്ഥാനം. പറഞ്ഞു വരുന്നത് അബ്ദുല്ലാഹി യാഫിഈ തങ്ങളുടെ ശിഷ്യനാണ് പഴയ കോഴിക്കോട് ഖാദിയും ചാലിയം ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരും ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു എന്ന മുഹിയുദ്ദീൻ മാലയുടെ രചയിതാവിന്റെ ഉപ്പയാണ് ഖാദി അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഉപ്പയാണ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ശിഷ്യനാകുന്ന ഖാദി ശിഹാബുദ്ദീൻ അഹ്മദ്. അപ്പോ ഖാദി മുഹമ്മദിന്റെ വല്യാപ്പ, അവരെ വാപ്പ ഖാദി അബൂബക്കർ ഫഖ്റുദ്ദീൻ ശാലിയാത്തി, അവരെ വാപ്പയാണ് റമദാൻ ശാലിയാത്തി. ഈ റമദാൻ ശാലിയാത്തി അന്ത്യവിശ്രമം കൊള്ളുന്നത് ചാലിയം ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിലാണ്. അദ്ദേഹം ഹിജറ 750 ജനിച്ച് 850 100ാമത്തെ വയസ്സിൽ വഫാത്താണ്. ഇതിനിടയിൽ വിദേശത്ത് പോയിട്ട് അദ്ദേഹം ഇൽമ കരസ്ഥമാക്കിയത് ഈ അബ്ദുല്ലാഹി യാഫിഈ തങ്ങളുടെ അടുക്കലാണ്. എന്നിട്ട് സുദീർഘമായ കാലയളവിൽ കുറ്റിച്ചിറ പള്ളിയിൽ ഖാദി മുഹമ്മദ് തങ്ങൾക്ക് അന്ത്യവിശ്രമം കൊള്ളുന്നു. ആ പള്ളിയിൽ സുദീർഘമായ കാലയളവ് ദർസ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ശേഷം അവിടെ മുദരിസായി വന്നത് അദ്ദേഹത്തിന്റെ മകനായ ഖാദി അബൂബക്കർ ഫഖ്റുദ്ദീൻ അശ്ശാലിയാത്തി എന്ന ഇബ്നു റമദാൻ ശാലിയാത്തിയാണ്. ഇദ്ദേഹത്തിന്റെ കീഴിൽ നേരത്തെ പറഞ്ഞ സൈനുദ്ദീൻ മഖ്ദൂം, അവിടുത്തെ എളാപ്പയാകുന്ന ഖാദി സൈനുദ്ദീൻ ഇബ്രാഹിം എന്നതിന്റെ കീഴിൽ പഠനം നടത്തി പൊന്നാനിയിൽ നിന്ന് ഖുർആനും ഹാഫിളാക്കി. അത് ചിലർക്കൊന്നും അറിയില്ല. കാരണം വലിയ മഖ്ദൂം ഖുർആൻ ഹാഫിളാണ്. ഓമച്ചപ്പെ മൂല്യർ പാപ്പുണ്ട്, അതും ഖുർആൻ ഹാഫിളാണ്. അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി അത് ഹദീസിലെ ഹാഫിളാണ്. ഹാക്കിം എന്ന് പറഞ്ഞാൽ 3 ലക്ഷം ഹദീസ്, ഹാഫിദ് പറഞ്ഞാൽ 1 ലക്ഷം ഹദീസ്, ഹുജ്ജത്ത് പറഞ്ഞാൽ 4 ലക്ഷം ഹദീസ്. ഇങ്ങനെയൊക്കെ ഉസൂലുൽ ഹദീസിന്റെ ഇസ്തിലാഹ് വേറെ ഉണ്ടല്ലോ. അതൊക്കെ ഹദീസിലുള്ള ഹാഫിദീങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സൈനുദ്ദീൻ മഖ്ദൂമും അവിടെ നിന്ന് ഖുർആനൊക്കെ ഹാഫിദാക്കി പഠനം തുടങ്ങി. പിന്നീട് പഠിക്കാൻ വരുന്നത് ഈ ഖാദി റമദാൻ ശാലിയാത്തിയുടെ മകൻ ഖാദി അബൂബക്കർ ഫഖ്റുദ്ദീൻ ശാലിയാത്തിയുടെ കീഴിൽ കുറ്റിച്ചിറ പള്ളിയാണ്. ഇദ്ദേഹവും ഇമാം സക്കരിയ അൻസാരി തങ്ങളും മഹല്ലി ഇമാമിന്റെ കീഴിൽ ശരീക്കന്മാരായി പഠിച്ചവരാണ്. അങ്ങനെയാണ് സക്കരിയ അൻസാരിന്റെ കീഴിലേക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ജാമിഉൽ അസ്ഹറിലേക്കുള്ള പഠനം എന്ന നിലക്ക് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം യാത്ര പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ പറയപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം എന്ന നമ്മുടെ ഗുരുപരമ്പരയിൽ മുടിച്ചൂടാ മന്നൻ, അദ്ദേഹത്തിന്റെ ഉസ്താദ് വാപ്പയായ ഖാദി റമദാൻ ശാലിയാത്തി, അദ്ദേഹം 750 ജനിച്ച് 850 വഫാത്തായി. അദ്ദേഹത്തിന്റെ ഉസ്താദ് ഇമാം അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു. യാഫിഈ തങ്ങൾ പറഞ്ഞു വരുന്നത് കേരളീയ ഗുരുപരമ്പരയിലെ പ്രധാന കണ്ണിയാണെന്ന് മാത്രം. അദ്ദേഹത്തിന്റെ ലോകപ്രസിദ്ധ തസവൂഫിന്റെ ഗ്രന്ഥമാണ് ഇർഷാദുൽ യാഫിഈ. ഈ ഇർഷാദുൽ യാഫിഈ എന്നുള്ളത് ഒട്ടേറെ മഹത്തുക്കള് പ്രത്യേകം ദർസിന് തെരഞ്ഞെടുത്ത ഒരു
കിതാബായിരുന്നു. എന്ന് മാത്രമല്ല, തലക്കടത്തൂരില് വലിയുള്ളാഹി പുറ്റൂര് കമ്മുണ്ണിയാലൊരു പാപ്പ നീണ്ട 38 വർഷം ദർസ് നടത്തിയിട്ടുണ്ട്. അവിടെ പഠിച്ച അദ്ദേഹത്തിന് കീഴിൽ പഠിച്ച പ്രസിദ്ധരായ ശിഷ്യനാണ് കുത്തുബി തങ്ങള്. ആ കമ്മുണ്ണിയാലൊരു പാപ്പ 300ഓളം പേർക്ക് ഇർഷാദുൽ യാഫി ഓതി കൊടുത്തിട്ട് 300 ആൾക്കാർ വലിയായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഞാനെന്ന് അനണ്ട് കണ്ടെന്നെ പറഞ്ഞതാണ് വടകര മുഹമ്മദ് ഹാജിപ്പാപ്പ എന്ന വടകര ഓർമ്മ. അപ്പൊ അത്രത്തോളം ആളുകൾ തസവൂഫില് വലിയാകാന് എന്നല്ല വലിയമാരായത് ഈ ഗ്രന്ഥം ഓതി പഠിച്ചിട്ടാണ്. പുത്തമ്പള്ളി നൂണക്കടവിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൈനുദ്ദീൻ റംലിന്റെ കീഴിൽ പഠിച്ചുകൊണ്ടാണ് വിലായത്തേക്ക് കയറിയിരുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഇർഷാദുൽ യാഫി എന്ന ഗ്രന്ഥം കേരളീയ ഉലമായിൽ പലരും പ്രസിദ്ധമായ ദർസ് നടത്തിയിരുന്നു. അങ്ങനെ പേര് കേട്ട ദർസ് നടത്തിയ ഒരാളാണ് ആദർശേരി ചെറുകര യാഫി സൈദാലി ഉസ്താദ് എന്നവര്. ബഹുമാനപ്പെട്ടവര് ഇർഷാദുൽ യാഫിയുടെ ദർസ് കൊണ്ട് പേര് കേട്ടവരായിരുന്നു. ഹിജ്റ 1290 AD 1871 ആദർശേരിയിലെ സമ്പന്നവും പ്രതാപശാലികളും ആത്മീയ കുടുംബവും കൂടിയായിരുന്ന ചെറുകര കുടുംബത്തിലെ അന്നത്തെ ഒരു ധനാഢ്യനും കൂടിയായിരുന്ന ചെറുകര മമ്മി സാഹിബിന്റെ മകനായിട്ട് ആദർശേരിയിലാണ് ജനിക്കുന്നത്. ഹിജ്റ 1290 AD 1873. കാര്യമായി മഹാനവറുകൾ പഠനം നടത്തിയത് 20-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ ഇബ്നു ഹജർ എന്നറിയപ്പെട്ട ആളാണ് തട്ടാങ്കര കുട്യാമ മുസ്ലിയാർ. അതേപോലെ തന്നെ അന്നത്തെ ഇമാം റംലി എന്നറിയപ്പെട്ടവരാണ് മഹദൂം പുതിയകത്ത് കുഞ്ഞമ്പാവ മുസ്ലിയാർ എന്ന പൊന്നാനി കുഞ്ഞമ്പാവോലെയാണ്. ഈ കുഞ്ഞമ്പാവ മുസ്ലിയാർ എന്ന അന്നത്തെ ഇമാം റംലി എന്നറിയപ്പെട്ട മഹാനാണ് അദ്ദേഹത്തിന്റെ യാഫി സൈദാലി ഉസ്താദിന്റെ കാര്യമായ ഉസ്താദ്. അവിടെ പഠിക്കുമ്പോൾ ശിഷ്യന്റെ കുശാഗ്ര ബുദ്ധിയും ഗ്രാഹ്യശക്തിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ശേഷി, അതായത് ഫഹീമിന്റെ ശക്തിയും കണ്ട് ജൂനിയർ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ബഹുമാനപ്പെട്ട കുഞ്ഞമ്പാവ മുസ്ലിയാര് സബക്ക് നടത്താൻ യാഫി സൈദാലി ഉസ്താദിനെ ഏൽപ്പിച്ചിരുന്നു ഓതുന്ന കാലയളവിൽ. അങ്ങനെ പൊന്നാനിപ്പള്ളി അദ്ദേഹത്തിന്റെ കീഴിൽ പഠിച്ച ജൂനിയർ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് OK ഉസ്താദിന്റെ ഉസ്താദ് കൂടിയാകുന്ന കൈപ്പറ്റ ഉസ്താദിന്റെയും ഉസ്താദ് കൂടിയാകുന്ന കരികപ്പാറ ഉസ്താദിന്റെയും ഉസ്താദ് കൂടിയാകുന്ന കൈപ്പറ്റ മമ്മൂട്ടിയുടെ പാപ്പ. അതേപോലെ തന്നെ ചെറിയമുണ്ടം കുഞ്ഞിപ്പോക്കർ ഉസ്താദ് എന്ന പേരിൽ പ്രസിദ്ധനായ കുണ്ടിൽ അബൂബക്കർ മുസ്ലിയാർ എന്ന ചെറിയമുണ്ടം കുഞ്ഞിപ്പോക്കർ മുസ്ലിയാരും പൊന്നാനിയിൽ കുഞ്ഞമ്പാവാലടുത്ത് പഠിക്കണ കാലത്ത് ജൂനിയറായിട്ട് ഇവരെടുത്ത് ഓതിയിട്ടുണ്ട്. നാദാപുരത്തിനടുത്ത പാറക്കടവ് കാദി എന്നറിയപ്പെടുന്ന തലശ്ശേരി അബ്ദുള്ള മുസ്ലിയാർ അൽ മഹ്ദൂമി സമസ്ത സ്ഥാപിതകാല മുഷാവറ മെമ്പറും കൂടിയാണ് അദ്ദേഹം. നമ്മുടെ മുഷാവറയിലൊക്കെ ഉണ്ടായിരുന്ന കൂത്തുപറമ്പ് ബാവ മുസ്ലിയാരുടെ ഉപ്പ കൂടിയാണ് ഈ ബഹുമാനപ്പെട്ട തലശ്ശേരി അബ്ദുള്ള മുസ്ലിം. ഇദ്ദേഹവും കുഞ്ഞമ്പാവ മുസ്ലിയാരുടെ കീഴിൽ പഠിക്കുമ്പോൾ യാഫി സൈദാലി ഉസ്താദിന്റെ കീഴിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ യാഫി സൈദാലി ഉസ്താദ് തന്റെ 24-ാമത്തെ വയസ്സിൽ AD 1897 പഠനം കഴിഞ്ഞ് ആദ്യം ദർസ് തുടങ്ങുന്നത് മഞ്ചേരിക്ക് സമീപമുള്ള ചെമ്പ്രശ്ശേരി ജുമാ മസ്ജിദിലാണ് 3 വർഷം. അങ്ങനെ 900-ൽ മഹാനവറുകൾ കുത്തുബുസ്സമാനാൽ സ്ഥാപിതമായ നേരത്തെ പരാമർശിക്കപ്പെട്ട ചങ്ങണങ്കാട്ടിൽ കുന്നശ്ശേരി കുടുംബത്താൽ വഖഫ് ചെയ്യപ്പെട്ട വൈലത്തൂരിൽ സെലവിൽ ജുമാഅത്ത് പള്ളിയിലേക്ക് മുദ്ദരിസായി വരികയാണ്. കൂട്ടത്തിൽ പറയണ നേരത്തെ പറഞ്ഞ കമ്മുണ്ണിയുടെ ഒരു പാപ്പ ആദ്യമായി ദർസ് നടത്തുന്നത്, തന്റെ പഠനം കഴിഞ്ഞ് ആദ്യമായി ദർസ് നടത്തുന്നത് ചെലവിലെ പള്ളിയാണ്. അന്ന് അവിടെ പഠിച്ച വിദ്യാർത്ഥിയാണ് പ്രസിദ്ധ സൂഫി വര്യനായ വൈലത്തൂർ അബൂബക്കർ മുസ്ലിയാർ എന്ന ചെമ്പ്ര പോക്കർ മോലിയർ പാപ്പ എന്നറിയപ്പെട്ട ചെമ്പ്ര ഓറ് കൊമ്മുണ്ണിയുടെ ഒരു പാപ്പാന്റെ കീഴിൽ മൂപ്പര് വൈലത്തൂർക്കാരനാണല്ലോ ചെലവിൽ പള്ളിയിൽ ഓതി പഠിച്ചവരാണ്. പിന്നെ കുട്ടിയാമോലടുത്ത് ഓതാൻ പോയതാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് യാഫി സൈദാലി ഉസ്താദ് സുദീർഘമായ 33 കൊല്ലത്തോളം പിന്നെ ദർസ് നടത്തുന്നത് ചെലവില പള്ളിയിലാണ്. അതിനിടയിൽ അവസാനം മഹാനവർ ചെലവെന്നിങ്ങനെ പോണ വഴിയില് പൊന്മുണ്ടത്ത്, അതേപോലെ ആദർശേരി, അതേപോലെ കുറ്റിപ്പാലയിലൊക്കെ മൂപ്പര് യാഫി ക്ലാസ് നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവസാനം കുറച്ച് വിശ്രമത്തിലായിരുന്നു. അതിനിടയിൽ ഒരിക്കൽ
അദ്ദേഹത്തിന്റെ ദർസിലെ പ്രധാന ശിഷ്യനാണ് അവിടുത്തെ ചാര അന്ത്യവിശ്രമം കൊള്ളുന്ന കാവുംപുറം അവർ മുസ്ലിം. മഹാനവറുകളും അദ്ദേഹവും അതുപോലെ തന്നെ അന്നത്തെ മുത്തവലിയും കൂടിയിരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം മനുഷ്യനാക്ക് ഇവിടെ ഇപ്പൊ കാണുന്ന മഹാന്റെ കബറ് കാണുന്നോടത്ത് മറയണം എന്നുള്ള ഒരു വർത്താനം ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ അല്പകാലം വിശ്രമത്തിന് കിടക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന് ഇർഷാദുൽ യാഫി ദർസ് നടത്തിയുള്ള താല്പര്യം മാറിയിട്ടില്ല, ഇനി നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ചെലവുകാർ വന്ന് കൊണ്ടുപോയതും അങ്ങനെ പള്ളിയിൽ നിന്ന് വഫാത്താവുന്നതും 933 വഫാത്തായി പള്ളിക്ക് ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവതാണ് ആദർശേരി സെയ്ദാൽ ഉസ്താദ്. മറ്റു പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ബഹുമാനപ്പെട്ടവര് ജന്മം കൊണ്ട് പിതാവിന്റെ നാടെന്ന നിലക്ക് ആദർശേരിക്കാരനാണ്. കർമ്മം കൊണ്ടും വളർന്ന സ്ഥലം എന്നുള്ള നിലക്ക് തിരൂരങ്ങാടിക്കാരനാണ്. അങ്ങനെയാണ് ഉമ്മയുടെ കുടുംബ പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത്. ബഹുമാനപ്പെട്ട പൊന്നാനി മമ്മിക്കുട്ടി ഖാദിയുടെ ശിഷ്യനാണ് ഉമറുൽ ഖാദി. അന്ന് അദ്ദേഹത്തിന്റെ സതീർത്ഥനായി ഓതിയവരാണ് ബഹുമാനപ്പെട്ട കുസൈ ഹാജി, കിസായി ഹാജി, കൂത്തായി ഹാജി എന്നൊക്കെ അദ്ദേഹത്തെ പറയാറുണ്ട്. വലിയ മുദരിസാണ്, ഖാരി ആണ്, എല്ലാം. പണ്ടത്തെ നേരത്തെ പറഞ്ഞ കൊണ്ടോട്ടി പഴയങ്ങാടിയിലെ ദർശനത്തിന് തങ്ങന്മാരേറ്റ് കൊണ്ടോട്ടി പൊന്നാനി കൈത്തർക്കം മൂത്തിയപ്പോൾ കച്ചറ ഉണ്ടാക്കി പോകാം. കൈത്തർക്കം മുതൽ കാരണം ഓരോ കുഫറിന്റെ ചില റൂട്ടുകളൊക്കെ കണ്ടപ്പോ അപ്പൊ പറഞ്ഞെന്താന്ന് ചോദിച്ചാല് മമ്പർ എന്നവരുടെ പ്രധാന മുരീദാണ് ഈ കുസൈ ഹാജി എന്ന് മാത്രമല്ല മമ്പർ എന്നവരുടെ കാത്തിബായിരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ മകനാകുന്ന ഓമന മകനാകുന്ന സയ്യിദ് ഫളിൽ പൂക്കോയ തങ്ങളുടെ ഉസ്താദ് കൂടിയാണ് ഈ കുസൈ ഹാജി. കുസൈ ഹാജിയുടെ മകളെ ആദർശേരിയിലെ മൂത്താട്ട് കാളമൊയ്തീൻകുട്ടി ഹാജി കല്യാണം കഴിച്ചു. പള്ളിക്ക് ശ്രമഫലമായി മൊയ്തീൻകുട്ടി ഹാജി പറഞ്ഞത് നമ്മളെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് ഈ മൊയ്തീൻകുട്ടി ഹാജിന്റെയും കുസൈ ഹാജിന്റെ മകളുടെ ദാമ്പത്യത്തിൽ 1866 യാഫി സൈദാലി സ്ഥാനം കാട്ടി ഒരു 7 വർഷം മുമ്പ് 1866 ഹിജ്റ 1283 മൗലാന ചാലിലകത്ത് ജനിക്കണം. അപ്പൊ ഉംറകൾ വഫാത്തായി 26 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ആ മൊയ്തീൻകുട്ടി ആണോ എന്നുള്ളത് ശക്ക് അതുകൊണ്ടാണ് പ്രകടിപ്പിച്ചത്. അപ്പൊ ഏതായാലും മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഇവിടെയുള്ള മൂത്താട്ട് കാള കുടുംബത്തിൽ ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ ആ ദമ്പതികൾ വേർപിരിഞ്ഞു. അങ്ങനെ വേർപിരിഞ്ഞപ്പോ ഉമ്മന്റെ വീട്ടില് തിരൂരങ്ങാടിയിലാണ് വളർന്നത്. ഒപ്പം തിരൂരങ്ങാടി നടുവിലെ ജുമാഅത്ത് പള്ളിയിൽ കുസൈ ഹാജിയുടെയും മകനും അവിടുത്തെ ശിഷ്യനും ഔക്കോയ മൗലവിയുടെയും പ്രധാന ശിഷ്യനായ ചാലിലകത്ത് അലിഹസൻ ഉസ്താദ് അലിഹസൻ മുസ്ലിയാർ. അദ്ദേഹം തുഹ്ഫത്തുൽ മുഹ്താജ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വലിയ മഹാനാണ്. പിൽക്കാലത്ത് ചാലിലകത്ത് കുടുംബത്തിലെ 919 മൗലാന ചാലിലകത്ത് വഫാത്ത്. അതിനുശേഷം